5:30 ടോർച്ച് അടിക്കുക, തന്നെ ഇങ്ങനെ അടിക്കുക, പോകുന്നില്ല, ഒരു സൗണ്ട് ഇല്ല. വെൽക്കം ടു ദ വീഡിയോ. നമ്മളിന്ന് മൂന്നാറിലാണ് പോകുന്നത്. നമ്മൾ ഈ തിരക്കിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ വണ്ടി എടുത്തിട്ട് ഇറങ്ങണേ. അപ്പോൾ ഈ ബ്ലോക്കിൽ തന്നെ വണ്ടി ഓടിച്ച് വെറുതെ ഭ്രാന്താവേണ്ട വേറൊരു റൂട്ടുണ്ട് നമുക്ക് മൂന്നാറിന് വേണ്ടിയിട്ട്, അടിമാലി ടച്ച് ചെയ്യാതെ. അപ്പോൾ തിരക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി ശാന്തവും സമാധാനമായിട്ടുള്ളൊരു വഴി കൂടെ പോകാൻ പറ്റും. അതിന് നേരെ നമ്മൾ അടിമാലി എത്തുന്നതിന് മുമ്പ് മച്ചിപ്പിളാവ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിന്ന് സെൻറ്റ് ഫ്രാൻസിസ് അസിസി ചർച്ച്, ആ പള്ളിയുടെ അവിടെ നിന്ന് ഒരു ലെഫ്റ്റ് ഉണ്ട്. ആ ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ മാങ്കുളം റൂട്ടിൽ ചെന്ന് ചേടാം. അവിടെ നിന്ന് വിരിപാറ കയറി നമുക്ക് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറിന് പോകാൻ പറ്റും. അപ്പോൾ നമ്മളിന്ന് ആ വഴിക്കാണ് പോകുന്നത്. ബൈക്കിൽ വരുമ്പോൾ ഒരു വിഷയമില്ല, ചെറിയ വഴിയാണ്. ഇതൊക്കെയാണ് വ്യൂ. നല്ല രസമുണ്ട് കയറി വരുമ്പോൾ. ആ തിരക്കിൻ്റെ അകത്ത് നിന്ന് ആകെ പ്രാന്താവേണ്ട കാര്യമില്ല. നൈസായിട്ട് കയറി വരാം. കയറി വന്ന വഴിക്ക് അത്യാവശ്യം നല്ല കാടിൻ്റെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും നല്ലൊരു റൂട്ടാണ് ചൂസ് ചെയ്യാൻ പറ്റിയത്. വഴി മോശമാണ്, പണി നടന്നുകൊണ്ടിരിക്കണല്ലോ, അതുകൊണ്ട് ഫുള്ള് കല്ലും ചരളൊക്കെയാണ്. എനിക്ക് കണ്ട് ഓടിച്ചു കഴിഞ്ഞാൽ സീനൊന്നുമില്ല. പണി നടന്നുകൊണ്ടിരിക്കണല്ലോ വഴിയിൽ. നല്ല കിടിലം വ്യൂവും കാര്യങ്ങളുമാണ്. ടൗണിൽ കയറണ്ടെന്നുള്ളവർക്ക് എന്തായാലും ഈ റൂട്ട് ചൂസ് ചെയ്യാം. മൂന്നാറിലോട്ട് പോകുന്ന വഴിക്ക് ഉള്ള തിരക്കൊക്കെ ഒഴിവാക്കി മൂന്നാറിലോട്ട് പോയി സമാധാനമായിട്ട് ചെല്ലുക എന്നുള്ളൊരു മൈൻഡിലേക്ക്. ഒരു വൺ ഡേ ട്രിപ്പ് എടുക്കണവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റിയ റൂട്ടാണ്. കാരണം മൂന്നാർ നേരെ ഓടിച്ച് മൂന്നാർ എത്തിയിട്ട് തിരിച്ച് ആ വഴി പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് വരുന്ന ആൾക്കാണെങ്കിൽ മടുക്കല്ല മൂന്നാർ, എന്നാലും അതിലും എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ഇവിടെ നിന്ന് നേരെ പോയി നമുക്ക് അടിമാലിക്ക് പോയി ചേരാം. നമുക്ക് ഈ ലെഫ്റ്റാണ് എടുക്കേണ്ടത്. കുറങ്ങാട്ടി വന്നിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ്. ആ വഴി നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടിമുടിയിലോട്ട് പോകാൻ പറ്റും. കുമ്പമ്പാറ പെട്ടിമുടി. സെറ്റാണ്, നൈസ്. ചുമ്മാ വ്യൂ കണ്ടപ്പോൾ നിർത്തിയതാ. ഉള്ളതുകൊണ്ട് മിസ്സാവുന്നതുകൊണ്ട് പ്രശ്നമില്ല. ആ സൈഡാണ് മാങ്കുളം. നമുക്ക് വേണ്ടത് ഇങ്ങോട്ടാണ്, ആ സൈഡിലോട്ട് പോകണം. വെറുതെ വ്യൂ നൈസാണ്. Two hours later.
വ്യൂ ആണ് നമ്മുടെ വണ്ടി വഴി. ചാട്ടത്തിലോട്ട് പോകണ വഴിയാണ്. അതിലൊരു എൻട്രൻസ് ഉണ്ട്. നമുക്ക് പോകേണ്ട അതിൻ്റെ മേളിൽ കൂടെയാണ്. നമ്മൾ ഈ വഴിയല്ല പോകുന്നത്. നമുക്ക് കുറച്ചുകൂടെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഇത് ഫുള്ള് ഇറക്കമാണ്. ഇറക്കം എന്ന് പറയുന്നത് ഒരു മെനകെട്ട ഇറക്കം തന്നെയാണ്. നല്ല ഇറക്കമാണ്. എനിക്ക് ഇതിനകത്ത് എന്തോരം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഇതേ കാണുന്ന വഴിയാണ്. അതുപോലുള്ള വഴിക്കാണ് നമ്മൾ പോകുന്നത്. ഫോറസ്റ്റ് ഓഫീസാണ്. കിടിലം വ്യൂ ആണ്. രണ്ട് ഫോറസ്റ്റ് ഓഫീസുണ്ട്. രണ്ട് ഫോറസ്റ്റ് ഓഫീസ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും വരുന്ന അടുത്ത റൈറ്റാണ് നമുക്ക് എടുക്കേണ്ടത്. റൈറ്റ്. വഴി നല്ല വഴിയാണ്. കുറച്ച് സമയത്തേക്ക് നല്ല വഴിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റിലോട്ടായി വരുന്നത്. എസ്റ്റേറ്റിൻ്റെ ഉള്ളിലത്തെ വഴി ഇപ്പം പൊളിഞ്ഞൊക്കെ കിടക്കുമായിരിക്കും. ഇപ്പോൾ ലക്ഷ്മി എസ്റ്റേറ്റിൽ നമ്മൾ അതിൻ്റെ എൻട്രൻസിലാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വഴി ഇങ്ങനെ കയറി എൻ്റെ ഇടയിൽ കൂടെ കയറി അങ്ങോട്ട് പോകണം. ഇതിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഗിരിപാറ. വെള്ളമില്ലാത്തതുകൊണ്ട് നമ്മൾ ഏതൊക്കെ വെള്ളച്ചാട്ടമാണ്. കിട്ടില്ല വ്യൂ ആണ് മഴക്കാലത്ത്. മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാങ്കുള സൈഡ് വേറെ ലെവലാണ്.
എത്ര വെള്ളച്ചാട്ടം ഉണ്ടെന്ന് എണ്ണാൻ പറ്റില്ല എന്ന് തോന്നുന്നു, അതുപോലെ വെള്ളച്ചാട്ടങ്ങളുണ്ട്. നമ്മളിപ്പോൾ വിരിപാറ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തി. പക്ഷെ ഇതിപ്പോൾ ക്ലോസ്ഡ് ആണോ എന്ന് അറിയത്തില്ല. അല്ല, ക്ലോസ്ഡ് അല്ലാന്ന് തോന്നുന്നു, ആളുകളൊക്കെ ഉണ്ട്. കൊറോണയുടെ സീനായതുകൊണ്ട് ക്ലോസ് ചെയ്തേക്കും ആയിരുന്നു. അതിൻ്റെ റീ ഓപ്പൺ ആയെന്ന് തോന്നുന്നു. നമ്മളെന്തായാലും ഇവിടെ കയറാം. ഇത് ഈ വഴി നമ്മളെന്തായാലും ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. ഉണ്ട് മഞ്ഞിറങ്ങി പൊളിയാണ്, ഒരു രക്ഷയില്ല. മഴ പെയ്യുമായിരുന്നെങ്കിൽ കാറ്റടിക്കുമ്പോൾ നല്ല തണുപ്പാണ്. വ്യൂ കാണിച്ചു തരാം.
Tea Limited, Xmiti Estates. നമ്മൾ കാടിൻ്റെ ഉള്ളിലോട്ട് കയറുക. ഇത് നല്ല കാടായിരിക്കും. വഴിയില്ല, കല്ല് മാത്രമേ ഉള്ളൂ. മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മഴ കിട്ടുകയാണെങ്കിൽ ഓടയൊക്കെ ഇറങ്ങി നൈസായി. വഴിയില്ല, ചെളി മാത്രം. അവിടുന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ആകെ കുറച്ച് ആൾക്കാരും കടയൊക്കെ ഉള്ളത് ഇവിടെയാണ്. നമ്മളങ്ങോട്ട് പോകുന്നത്. മഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ നല്ല ഫുഡ് കൊടുക്കും. ടീ ഫാക്ടറിയാണ്. പിന്നെ ഇങ്ങോട്ട് വരുന്നു. ഒന്ന് ഇറങ്ങി നോക്കാം.
ഫുള്ള് ചെളി കേട്ടോ. അട്ട ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കിടിലാണ്. ലെറ്റ്സ് ഗോ. ചുമ്മാ കണ്ടപ്പം ഇറങ്ങിയതാണ്. മസ്റ്റായിട്ടും ചൂസ് ചെയ്യേണ്ട പോലെ. ചുമ്മാ ഇവിടെ പോലെ. താന്ന് പോവില്ലായിരിക്കും വെച്ചിട്ട് നോക്കട്ടെ. സമയം കയറി നോക്കാം. ആണ് ലക്ഷ്മി എസ്റ്റേറ്റ്. ഇതിലാണ് വ്യൂ രക്ഷയില്ല. ആനയിറങ്ങിയുണ്ടോ? എവിടെയാ? ഈ സൈഡിലാ? ഇവിടെ നിന്ന് കാണാൻ പറ്റുമോ? ഇങ്ങോട്ട് വരുമോ? ഓക്കെ ഓക്കെ. ആന വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഭാഗ്യമുണ്ടെങ്കിൽ ആനേനെ കാണാം. ആന വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അണ്ണാനെ കണ്ടപ്പോൾ അണ്ണനാണ് പറഞ്ഞത്. അറിയത്തില്ല. പൊളിയാണ് ചില്ല്. വേറെ മൂട് സ്ഥലമാണ്. പറയാനില്ല. അവിടെയോ? ആ അതേ നിൽക്കണല്ലേ. കൊമ്പന ഒറ്റയാനാണോ? നൈറ്റ് ഇവിടെ പറമ്പിളൊക്കെ വന്നേ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത്.
ഇവിടെയോ? ഇവിടെ വന്നിട്ട് അവിടെ പോയത്. ഉപദ്രവം വല്ലതും ഉണ്ടോ? അതൊക്കെ ഒന്നുമില്ല. ഇല്ലല്ലേ. ഈ പശുവിന് പുല്ലില്ലേ, ആ പുല്ലൊക്കെ തിന്നാനായിട്ട്. ഓ, അപ്പൊ കുഴപ്പമില്ല. ആ, സമാധാനമുണ്ട്. സ്ഥിരം ഉണ്ടാവാറുണ്ടോ? എന്നും തന്നെ വരാറുണ്ടോ? ഒരാഴ്ചയോ? ഓ, ആ സൈഡിൽ നിന്ന് ഇറങ്ങി വന്നാലേ. ഓഹോ, ഓക്കെ ഓക്കെ. ആ ഹാ ഹാ, കഴിക്കാൻ ഒരുപാടുണ്ടല്ലോ അല്ലേ? ആ ഹാ, ഇത് കേട്ടോ. 5:30 ടോർച്ച് അടിക്കുക, ഇങ്ങനെ അടിക്കുക, പോകുന്നില്ല, ഒരു സൗണ്ട് ഇല്ല, ഒരനക്കമല്ലേ പുള്ളിക്ക്. നല്ലതാണ് അവര്, ശല്യം ഒന്നും ശല്യമില്ല. ഓ, പുള്ളി സ്വസ്ഥമായിട്ട് നിന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. നമ്മളപ്പോൾ കിടലിനൊരു ഒറ്റാനെ കണ്ട്. അപ്പോൾ എല്ലാവരും നൈസായിട്ട് കൂളായിട്ട് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് ചേട്ടന്മാർ പടക്കമൊക്കെ പിടിച്ചു, പക്ഷേ പുള്ളിക്കൊരു മൈൻഡും ഇല്ലായിരുന്നു. പുള്ളി അതൊന്നും നോക്കിയില്ല. പുള്ളി അതൊക്കെ ഫുഡൊക്കെ കഴിച്ച് അതൊക്കെ കയറി പോയിട്ടുണ്ട്. നമ്മൾ മൂന്നാറിലോട്ട് എത്താറായി. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ മൂന്നാറിലോട്ട്. നമ്മൾ മെയിൻ റൂട്ട് വരുവാണെങ്കിൽ ഈ വക കാഴ്ചകളൊന്നും നമുക്ക് കിട്ടുന്നതായിരിക്കില്ല. വെറുതെ ആ തിരക്കിൽ വണ്ടി പിടിക്കുക. അത് ഞാൻ തിരക്കിൻ്റെ കാര്യം വീണ്ടും വീണ്ടും പറയണം. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. ഫോണടിയാണ് സഹിക്കാൻ വയ്യാത്ത കാര്യം. സിഗ്നൽ വീഴുമ്പോൾ തന്നെ 1 സെക്കൻഡ് ഗ്യാപ്പ് കൊടുക്കാണ്ട് ഫോണടിച്ച് ഉറപ്പിക്കുന്ന നാട്ടുകാരാണ്. പിന്നെ പറയേണ്ട കാര്യമുണ്ട്. നിങ്ങൾ ബൈക്കിനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒരു റൂട്ട് ചൂസ് ചെയ്യുക. കാരണം കുറേ കാഴ്ചകളുണ്ട്, ഒരുപാട് കാഴ്ചകൾ. നമ്മൾ മൂന്നാർ പോയി. നമ്മളിത് മൂന്നാറിലോട്ട് എത്തുവാണ്. ടൗണിലെത്തി. അപ്പോൾ ഇനി മൂന്നാറിലെ വ്യൂസ് ഒന്നും കാണിച്ച് ഞങ്ങളുടെ ബോറടിപ്പിക്കുന്നില്ല. എല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള വീഡിയോസാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്താണ് മിസ്റ്റേക്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് തരിക. എന്നാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് ബൈ.